മുത്തേ പൊന്നെ പിണങ്ങല്ലേ എന്തേ കുറ്റം ചെയ്തു ഞാൻ എന്തിനു പെണ്ണെ നിനക്കെന്നു പിണക്കം നീ എൻ്റെ കരളല്ലേ. ഡീസന്റിനെ കുറിച്ച് കുറെ കാര്യങ്ങൾ സംസാരിക്കാറുണ്ട്. ഇവിടെ എല്ലാം 2 മിനിറ്റാണ് പറഞ്ഞത്. 2 മിനിറ്റ് എന്ന് പറഞ്ഞാൽ നിനക്ക് അതിനെക്കുറിച്ച് ഞാൻ ബാക്കി വളരെ സന്തോഷം. ഈ പടം ഓഗസ്റ്റ് 1 ഷൂട്ടിംഗ് തുടങ്ങുന്നു. മിസ്റ്റർ ഡീസൻ. നമസ്കാരം. ഒരു പുതിയ സിനിമ ആരംഭിക്കുകയാണ്. സിനിമയുടെ പൂജാവേളയാണ് ഇപ്പോൾ ഇന്ന് നടന്നത്. ഈ ശിവൻകുട്ടി സാറായിരുന്നു ഉദ്ഘാടനം. അപ്പോൾ ഞങ്ങൾ കുറച്ച് ആർട്ടിസ്റ്റുകളെല്ലാം ഒരുപാട് പേര് പങ്കെടുത്തിട്ടുണ്ട്. മിസ്റ്റർ ഡീസൻ്റ് എന്നാണ് അനിൽ കെ കൃഷ്ണൻ സംവിധാനം ചെയ്യുന്ന സിനിമയാണ്. ഈ സിനിമ വളരെ വലിയ വിജയമാകാൻ വേണ്ടി ഞങ്ങളുടെ എല്ലാവരുടെയും കഠിന പ്രയത്നം ഉണ്ടാവും. അതുപോലെ നിങ്ങളുടെ സഹകരണവും സഹായവും ഒക്കെ ഉണ്ടാവണം. എല്ലാവർക്കും ഒരുപാട് നമസ്കാരം. മുത്തേ പൊന്നെ പിണങ്ങല്ലേ എന്തേ കുറ്റം ചെയ്തു ഞാൻ എന്തിനു പെണ്ണെ നിനക്കെന്നു പിണക്കം നീ എൻ്റെ കരളല്ലേ. അപ്പോൾ ഇതുപോലുള്ള കിടില പാട്ടുകളുമായിട്ട് ഞങ്ങൾ വരികയാണ്. മിസ്റ്റർ ഡീസൻ്റ്. ഞാൻ പ്രസംഗിക്കാൻ പറ്റില്ല. ചേച്ചി പറഞ്ഞു ഡയറക്ടർ അത് മതിയല്ലോ. ഇന്നത്തെ പരിപാടി തന്നെ ചോദിച്ചത് അല്ല. ഇന്നത്തെ പരിപാടി എന്നാലും ഇപ്പോൾ ഫോട്ടോഷൂട്ട് കാര്യങ്ങളൊക്കെയാണ്. സീറോ ഉണ്ടല്ലോ ഇവിടെ. അപ്പോൾ ഇനിയിപ്പോൾ ഇന്ന് ഫോട്ടോഷൂട്ട് കഴിഞ്ഞിട്ട് വൈകുന്നേരം ചാർട്ടിങ് തുടങ്ങുകയാണ്. സിനിമയെക്കുറിച്ച് 2 വാക്ക് പറയുന്നത്, മിസ്റ്റർ ഡീസൻ്റ് എന്ന് പറഞ്ഞ ഒരു പയ്യൻ്റെ കഥയാണ്. ഇതൊരു ഫാമിലി എൻ്റർടൈനറാണ്. ഇതിനകത്ത് നായകനും നായികയുമായിട്ടുള്ള ഒരു ഇഷ്യൂസും കാര്യങ്ങളൊക്കെ നമ്മൾ ഡിസ്ക്ലോസ് ചെയ്യുന്നുണ്ട്. കുറേ നാളിന് ശേഷം ഒരു ഫാമിലി എൻ്റർടൈനർ വരുന്നു എന്ന് വേണമെങ്കിൽ പറയാം. അത്രയ്ക്ക് മനോഹരമായൊരു സബ്ജക്റ്റാണ്. IG മനോജാണ് സബ്ജക്റ്റ് എഴുതിയിരിക്കുന്നത്. പിന്നെ റോണി ശശിധരൻ്റെ ക്യാമറമാൻ, പിന്നെ എൻ്റെ ഫ്രണ്ട് ടോണി, അതുപോലുള്ള കുറേ ആർട്ടിസ്റ്റുകൾ ഇതിൽ വർക്ക് ചെയ്യുന്നുണ്ട്. പിന്നെ നായകൻ പുതിയ പയ്യനാണ്. പുള്ളി എയ്ഡൻ. പുള്ളി ഓസ്ട്രേലിയ ബേസ്ഡാണ്. പുള്ളി ഇപ്പോൾ താമസിക്കുന്നത് നമ്മൾ ചെന്നൈയിലാണ്. പിന്നെ ഇദ്ദേഹം വേറെ ഓസ്ട്രേലിയൻ മൂവിയിലൊക്കെ ചെയ്യുന്നുണ്ട്, തമിഴ് മൂവിയൊക്കെ ചെയ്യുന്നുണ്ട്. ഞങ്ങൾ ഇനി തുറന്ന പടങ്ങളിലും ഞങ്ങളെ നായകനാക്കണമെന്നാണ് ഞങ്ങളുടെ ആഗ്രഹം. മനസ്സിലായോ? അതിന് ഭാഗ്യം ഉണ്ടാവണം, നിങ്ങളുടെയൊക്കെ സഹകരണം ഉണ്ടാവണം. ഓക്കെ, തിയേറ്ററിൽ പോയി പടം കാണണം, ടിക്കറ്റ് കൊടുത്ത് കേട്ടോ. ഓക്കെ, വളരെ സന്തോഷം. ഈ പടം ഓഗസ്റ്റ് 1 ഷൂട്ടിംഗ് തുടങ്ങുന്നു. മിസ്റ്റർ ഡീസൻ ഡയറക്ടറാണ് ഇദ്ദേഹം. പിന്നെ ഇതിൻ്റെ ചുക്കാൻ പിടിക്കുന്നത് NR ശിവൻചേട്ടനാണ്. റോണി ക്യാമറ, ഹീറോ, പ്രൊഡക്ഷൻ ഡിസൈനർ രഞ്ജിത്ത്, പിന്നെ ആർട്ടിസ്റ്റ് നമ്മുടെ സ്റ്റുഡിയോ ഉടമ എറണാകുളത്തെ. അപ്പോൾ ഇങ്ങനെ ഈ പടം നല്ലൊരു ക്രൂ ആണ്. അത് മതിയല്ലോ. പിന്നെ നല്ല സബ്ജക്റ്റ്. ഇപ്പോൾ സബ്ജക്റ്റിനാണ് പ്രാധാന്യം കൊടുക്കേണ്ടതാണ്. സബ്ജക്റ്റ് ഹീറോ അങ്ങനെ. അപ്പോൾ മിസ്റ്റർ ഡീസന്റിന് എല്ലാവിധ ഭാവങ്ങളും നേടും. കാരണം സത്യം ഒരു ഫാമിലി ഓറിയന്റഡ് പടമാണ്. ഈ ഡയറക്ടർ ഒരു ക്യാരക്ടർ വെച്ചിട്ട് വർഷങ്ങൾക്ക് മുമ്പ് മോഹനം സീരിയലൊക്കെ കൊണ്ടുവന്ന് പ്രേക്ഷകരെ കയ്യിലെടുത്താണ്. ഒരു 10-14 സീരിയല് ഓൺ ഗോയിങ് ആയിട്ട് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടൊരു സംഭവമാണ്. അപ്പോൾ അതുമായിട്ട് ബന്ധപ്പെട്ട് ഈ സബ്ജക്റ്റും സാറിൻ്റെ ഒരു ഡിസിപ്ലിനും പിന്നത്തെ ചടങ്ങ് കണ്ടില്ലേ, എല്ലാം ഒരു കാൽക്കുലേറ്റഡ് ഒരു ചാർട്ടഡ് പ്രോഗ്രാമായിരുന്നു. എല്ലാം വളരെ ഇതുപോലെ തന്നെ ആയിരിക്കും സിനിമയുടെ കാര്യങ്ങളും. 100-150% ഈ പടം സക്സസ്ഫുള്ളി ആയിരിക്കും എന്നുള്ള നല്ല വിശ്വാസം. ഇതൊരു ഒരു ഫാമിലി സബ്ജക്റ്റാണ്. ഫാമിലി, കോമഡി, സെന്റിമെന്റ്സ് എല്ലാം ഉൾപ്പെട്ടുകൊണ്ടുള്ള പരിപാടിയാണ്. അനിൽ കെ കൃഷ്ണൻ സംവിധാനം ചെയ്ത ചിത്രമാണ് മിസ്റ്റർ ഡീസൻ്റ്. പിന്നെ അതിൽ ടോണിയുണ്ട്, ഇവരെല്ലാവരുണ്ട്, ഏടനുണ്ട്, അതേപോലെ തന്നെ കരമന ഫസിൽ, എല്ലാ ടീമുകളും നമ്മൾ ടീമായിട്ടാണ് നിൽക്കുന്നത്. അതേപോലെ ജയകുമാറുണ്ട്. നല്ലൊരു പുതിയൊരു മൂവി, പുതിയ ആൾക്കാരെല്ലാം വന്നത്. പിന്നെ നർസചേട്ടനൊക്കെ അറിയാമല്ലോ, വർഷങ്ങളായി സിനിമയിലുണ്ട്. അടിപൊളിയായി. അനിൽ സാറിനും NR ശിവൻകുട്ടി സാറിനും ഭയങ്കര താങ്ക്സ്. ബിക്കോസ് അവരുടെ കൂടിയാണ് ഞാൻ ഈ സിനിമയുടെ ഉള്ളിലേക്ക് വന്നത്. അവർക്ക് പറയാനുള്ളത് വളരെ നല്ലൊരു ഫാമിലി എൻ്റർടൈൻമെൻറ്റ് ഫിലിമാണ്. ആദ്യം മുതൽ അവസാനം വരെ മനസ്സിന് വളരെ സന്തോഷവും ഓർമ്മയും നൽകുന്ന ഒരു ഫിലിമാണ്. അതുകൊണ്ട് എല്ലാ ആളുകൾക്കും ആദ്യം മുതൽ അവസാനം വരെ ആസ്വദിക്കാൻ പറ്റുന്ന തരത്തിലുള്ള നല്ല ഫിലിമാണ്. വലിയൊരു വിജയമായി തീരട്ടെ.
ഞാനും ഫസ്റ്റ് ടൈമാണ് മൂവി, എന്താണെന്ന് പോലും അറിയില്ല. അപ്പം നല്ലൊരു വിജയം വരാൻ വേണ്ടി പ്രാർത്ഥിക്കുന്നു. ഫസ്റ്റ് മൂവിയാണ്, വൻ വിജയമാകുമെന്നാണ് പ്രതീക്ഷ. കാരണം ഇപ്പോൾ വരെയുള്ള അതിൻ്റെ പാട്ടും കാര്യങ്ങളും ഒക്കെ നോക്കിയിട്ട് പാട്ടൊക്കെ നല്ല ഹിറ്റാണ്. വൻ വിജയമാകുമെന്നുള്ള പ്രതീക്ഷ തന്നെയാണ്. മിസ്റ്റർ ഡീസൻറ്റ് അതൊരു ഡീസൻറ്റ് സിനിമ തന്നെ ആയിരിക്കും എന്നാണ് ഞങ്ങളുടെ എല്ലാവരും പ്രതീക്ഷ. അണിയർ പ്രവർത്തകരെല്ലാം പ്രതീക്ഷിക്കുന്നുണ്ട്. ഞങ്ങളുടെ സ്റ്റുഡിയോ പാക്കേജിലാണ് സിനിമ മുന്നോട്ട് വരാൻ പോകുന്നത്, കെ സ്റ്റുഡിയോസ് കൊച്ചി. അപ്പോൾ എല്ലാവിധ ആശംസകളും.